BJP സംസ്ഥാന സെല്ലുകളുടെ ചുമതലക്കാരുടെ ഗ്രൂപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായി. BJPയുടെ 20 സെല്ലുകളുടെയും സംസ്ഥാന കൺവീനർമാരും കോ കൺവീനർമാരും അടങ്ങിയ ഒരു ഗ്രൂപ്പിലാണ് സംസ്ഥാന അധ്യക്ഷനെതിരെ വിമർശനം വന്നത്. പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോഴുള്ളതെന്ന് അംഗങ്ങൾ തുറന്നടിച്ചിട്ടുണ്ട്. വാട്സപ്പ് ചാറ്റ് 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, അപ്പോൾ ആ ചാറ്റാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കിൽ കാണുന്നത്. ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഒഫീഷ്യലായി സാധ്യതയുള്ളതാണോ? ഇപ്പോൾ ഈ സംസ്ഥാന സെല്ലുകളുണ്ടോ? സംസ്ഥാന ഓഫീസ് സെക്രട്ടറി എങ്കിലും ഒരു അഭിപ്രായം നൽകിയാൽ നല്ലതായിരുന്നു. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന ഉത്തരമെങ്കിൽ ഇപ്പോൾ ആരാണ് ചുമതലക്കാരൻ എന്ന് പറയണം. BJP ആയിട്ട് ബന്ധപ്പെട്ട ഈ സംസ്ഥാനത്ത് എത്തുന്ന രാജീവ് ചന്ദ്രശേഖർ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ വിമർശനമുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേർന്നു. അലക്സ്, ഈ വാട്സപ്പ് ചാറ്റ് ചോർന്നതിന് ശേഷം രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രതികരണം എന്തെങ്കിലും നമുക്ക് ലഭിച്ചോ? പ്രതികരണം ലഭിച്ചിട്ടില്ല. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം 6 മാസമാകുന്നു രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട്. 6 മാസമായതിനു ശേഷം വളരെ വൈകിയാണ് സംസ്ഥാന സമിതി തന്നെ പുനഃസംഘടിപ്പിച്ചത്. 163 അംഗ സംസ്ഥാന സമിതി പുനഃസംഘടിപ്പിച്ചിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ. BJPയെ സംബന്ധിച്ച് വിവിധ സെല്ലുകളുടെ പ്രവർത്തനവും BJP സംസ്ഥാനത്ത് നടത്തുന്നുണ്ടായിരുന്നു. അതുവഴിയും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇന്റലക്ച്വൽ സെല്ല്, കൾച്ചറൽ സെല്ല്, പ്രൊഫഷണൽ സെല്ല്, ലീഗൽ, ട്രേഡേഴ്സ്, പരിസ്ഥിതി സെല്ല് തുടങ്ങി 20ഓളം സെല്ലുകൾ BJPയുടെ അനുബന്ധ സംഘടനകളായി അല്ലെങ്കിൽ ബഹുജന സംഘടനകളായി അങ്ങനെ പ്രവർത്തിക്കുകയായിരുന്നു സംസ്ഥാനത്ത്. ഇതിൽ ഈ സെല്ലുകളെ ഒന്നും പുനഃസംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാരണത്താലാണ് സംസ്ഥാന അധ്യക്ഷനെതിരെ BJP സംസ്ഥാന സെല്ലുകളുടെ ഗ്രൂപ്പിൽ രൂക്ഷമായ വിമർശനം ഉയർന്നിരിക്കുന്നത്. BJPയുടെ 20 സെല്ലുകളുടെയും സംസ്ഥാന കൺവീനർമാരും കോ കൺവീനർമാരും അടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് വിമർശനം. അതായത് ആ ഗ്രൂപ്പിൽ ഒരു വിവരവും ലഭിക്കുന്നില്ലെന്നും എന്തുകൊണ്ടാണിതെന്നും ഓഫീസ് സെക്രട്ടറി എങ്കിലും പറയണമെന്നും ട്രേഡേഴ്സ് സെൽ കൺവീനർ ശൈലേന്ദ്രനാഥ് ആ ഗ്രൂപ്പിൽ ആവശ്യപ്പെടുന്നു. യെസ് ഓർ നോ മറുപടിയെങ്കിലും തരണമെന്ന് പരിസ്ഥിതി സെൽ കൺവീനർ CM ജോയ് ആ ഗ്രൂപ്പിൽ തന്നെ തൊട്ടു താഴെ പറഞ്ഞിരിക്കുന്നു. മോർച്ചകളെയും സെല്ലുകളെയും ഏകോപിപ്പിച്ചു പോകുന്നതിൽ രാജീവ് പരാജയപ്പെട്ടെന്ന് കൾച്ചറൽ സെൽ കോ കൺവീനർ സുജിത് സുന്ദർ വിമർശിക്കുന്നുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോഴുള്ളത്. ഒരു തവണ പോലും സംസ്ഥാന അധ്യക്ഷൻ സെല്ലുകളുടെ കാര്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിച്ചില്ല. ഇങ്ങനെ പോയാൽ 5 പൈസയുടെ ഗുണമില്ലാതെ നിങ്ങൾ താഴേക്ക് പോകുമെന്ന അവസ്ഥയുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖറിനെ സുജിത് സുന്ദർ വിമർശിക്കുകയാണ്. അതായത് രൂക്ഷ വിമർശനം സംസ്ഥാന അധ്യക്ഷനെതിരെ ഉണ്ടാകുന്നു. ഈ BJPയുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ചാറ്റുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായി കാര്യമായി പുറത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഈ മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ചാറ്റുകളും പുറത്തുവിട്ടിരുന്നു. അതിലും ഒരു തർക്കം ഉടലെടുത്ത വിവരം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇത്തരത്തിലുള്ള ഭിന്നത ഇങ്ങനെ കാര്യമായി പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ സെല്ലുകളുടെ BJP വാട്സാപ്പ് ഗ്രൂപ്പിലാണ് സംസ്ഥാന അധ്യക്ഷനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന സെൽ പുനഃസംഘടിപ്പിക്കാത്തതിലുള്ള വിമർശനവും അതിനുള്ള എതിർപ്പുമാണ് അംഗങ്ങൾ, അതിൻ്റെ ഭാരവാഹികൾ തന്നെ ആ ഗ്രൂപ്പിൽ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.